ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP കൊല്ലം ജില്ലയിലെ UDF-ന്റെ ഈ പറഞ്ഞ എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിലുണ്ടായിരുന്നു, മുന്നിലുണ്ടായിരുന്നു, ക്യാമ്പയിനിലുണ്ടായിരുന്നു. അദ്ദേഹം കൂടി ഉൾക്കൊള്ളുന്നതാണ് കൊല്ലത്തെ കോൺഗ്രസിന്റെ നേതൃത്വം. ഒരു കാരണവശാലും അതൊക്കെ അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. ഉത്തരവാദിത്തപ്പെട്ട ചുമതലകളിൽ ഇരിക്കുന്ന ആളുകൾ ഈ സമയത്ത് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തിരുവനന്തപുരത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ 9-1 10 സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ വളരെ ഗൗരവത്തിലാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു പരിമിതി, 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മുന്നണി പാർട്ടി തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ വെല്ലുവിളി ഞങ്ങൾക്കുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ കൊല്ലത്ത് ചെയ്തതിന് മുമ്പ് തന്നെ, കൊല്ലത്തെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ 2 തവണ MLA ആയിരുന്ന K. ശബരിനാഥനെ അവിടുത്തെ ചുമതല മേയർ കാൻഡിഡേറ്റായിട്ട് പ്രഖ്യാപിച്ചു. ശ്രീ K. മുരളീധരൻ തന്നെ ഇവിടെ കോർപ്പറേഷനിലെ 101 വാർഡിലും ക്യാമ്പയിൻ നടത്തി, ജാഥ നടത്തി. അവിടുത്തെ മുഴുവൻ നേതാക്കന്മാരുടെയും നേതൃത്വത്തിൽ സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി തീരുമാനിച്ചു. ഞങ്ങളുടെ വോട്ടിംഗ് ശതമാനം ഉയർത്തി, സീറ്റുകൾ ഇരട്ടിയിലധികമാക്കി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. മറിച്ച് അവിടെ CPM-ന് ഒരു മന്ത്രിയും LDF-ന് 2 മുൻ മന്ത്രിമാരും സിറ്റിയിലെ 4 MLA-മാരും LDF-ൻ്റെതാണ്. 4 MLA-മാർ LDF-നുള്ള ആ 4 MLA-മാരിൽ ഒരാൾ ഇപ്പോഴത്തെ മന്ത്രിയും മറ്റ് 2 പേർ മുൻ മന്ത്രിമാരുമായിട്ടിരുന്ന ഒരു കോർപ്പറേഷനിൽ അവരുടെ വോട്ടിൽ ചോർച്ചയുണ്ടായത് എങ്ങനെയാണെന്നുള്ള പരിശോധന അവരാണ് നടത്തേണ്ടത്. BJP-ക്കും ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ തവണ 40 സീറ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 10 അവർ കൂട്ടിയിട്ടുള്ളൂ. പക്ഷെ ഇവർക്കുണ്ടായിരുന്ന 50-ൽ നിന്നും ഇവരിവിടേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് ഇവർ പരിശോധിക്കണം. ന്യൂയോർക്ക് മേയർ ആയത് തിരുവനന്തപുരത്തെ മേയറെ കണ്ടിട്ടാന്നൊക്കെ പറഞ്ഞ് ആളുകളെ നമ്മൾ കേരളത്തിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. തിരുവനന്തപുരത്തെ വോട്ടർമാരെ, ന്യൂയോർക്ക് മേയർ ഉണ്ടായത് കേരളത്തിൽ ഇങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരുമേ BJP-ക്കാർക്ക് അവരാഗ്രഹിക്കാത്ത വിജയം നേടിക്കൊടുക്കാൻ ഈ ന്യൂയോർക്ക് മേയറിൻ്റെ മോഡലിനെ കൊണ്ട് കഴിഞ്ഞില്ലേ? വിവാദങ്ങളായിരുന്നില്ലേ? കോർപ്പറേഷനെതിരെ ആറ്റുകാൽ പൊങ്കാലയുടെ വിവാദം ഉണ്ടാകുന്നു, ബസ്സുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടാകുന്നു, എന്തെല്ലാം വിവാദങ്ങളാണ്. ആ വിവാദങ്ങളിൽ ഒന്നും തന്നെ ഇപ്പം ആനാവൂർ നാഗപ്പൻ നിയമിക്കാൻ ആളുടെ കത്ത് കൊടുത്ത് ലിസ്റ്റ് പുറത്തു മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത് ഓർമ്മയില്ല, 200 ആളെ പിൻവാതിൽ വഴി നിയമിക്കാൻ. ഇതൊക്കെ ഏതെങ്കിലും ഘട്ടത്തിൽ പാർട്ടി അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? കോർപ്പറേഷനെതിരെ ഉയരുന്ന വികാരങ്ങളെ ജനങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നോ? അതിന് എല്ലാ ഗവൺമെൻറ് ആണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും ഈ മേക്കപ്പിനൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് പറഞ്ഞ പോലെ ക്യാപ്സൂളിനൊക്കെ ഒരു പരിധിയുണ്ട്. ഏതെങ്കിലും നേതാവ് അഹങ്കാരം പറഞ്ഞു? ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞത് എന്താ? ഈ വിജയത്തെ വിനയത്തോടുകൂടി സ്വീകരിക്കുന്നു. ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകും. VD സതീശനും KC വേണുഗോപാലും സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും പാണക്കാട് തങ്ങളും NK പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണും PJ ജോസഫ് സാറും എല്ലാവരും ഇതേ ശൈലിയിലാണ് പ്രതികരിച്ചത്. ഞങ്ങൾക്ക് ഒരു അഹങ്കാരവും ഇല്ല. അഹങ്കാരം എന്താ? ഇത്രയും തോറ്റിട്ടും ഞങ്ങളുടെ പെൻഷൻ വാങ്ങിച്ച് തിന്നിട്ട് ഞങ്ങൾക്കെതിരെ വോട്ട് ചെയ്തില്ലേ എന്ന് ചോദിക്കുന്ന നേതാക്കന്മാരെയല്ലേ തിരുത്തേണ്ടത്? അവരുടെ ശൈലിയല്ലേ മാറേണ്ടത്? അതല്ലേ അവർ ശ്രദ്ധിക്കേണ്ടത്. അല്ല ഞങ്ങളെന്ത് ചെയ്തു? അല്ല ഞങ്ങൾ പറഞ്ഞല്ലോ, കോൺഗ്രസിലെയും UDF-ലെയും മുഴുവൻ നേതാക്കന്മാരും റിസൾട്ട് ഇന്നലെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഓരോ പ്രാദേശിക നേതൃത്വവും DCC-യുമായിട്ടും ആലോചിച്ച് തീരുമാനമെടുക്കും. സംസ്ഥാന തലത്തിൽ UDF-ന്റെ മുന്നണിക്ക് തീരുമാനം ഉണ്ടായിരിക്കും. സ്വാഭാവികം അതിനെക്കുറിച്ചൊക്കെ UDF-ന്റെ ചെയർമാൻ എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവും പാർട്ടിയുടെ കാര്യത്തിൽ KPC പ്രസിഡന്റും എത്തുന്നുണ്ട് 10 മണിക്ക്. അവരത്തരം കാര്യങ്ങൾ ആലോചിച്ച് പറയും.